CPM പീഡിപ്പിച്ചതിനേക്കാൾ കൂടുതൽ പീഡിപ്പിച്ചതിനേക്കാൾ ആഴത്തിലും തീവ്രതയിലും ആ ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ചയാൾ KB ഗണേഷ് കുമാറാണ്. ഉമ്മൻചാണ്ടിയെ പിണറായി സർക്കാർ പീഡിപ്പിച്ച ആ വിഷയം മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തിരതള്ളി തിരിച്ചു വരാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എൻ്റെ അമ്മ ഉമ്മൻചാണ്ടിയെ നേരിട്ട് കാണുകയോ ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും എൻ്റെ അമ്മ അവരുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ കോട്ടയത്ത് ചെന്ന് അവിടെ 10,000-കണക്കിന് ആളുകൾ കൂടിയ അവിടെ തിരുനക്കര മൈതാനത്ത് ചെന്ന് ഉമ്മൻചാണ്ടിയെ വളരെ സാഹസികമായി, എനിക്ക് എൻ്റെ അമ്മേനോട് പറഞ്ഞ് എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് 86 വയസ്സുള്ള എന്ന് മാത്രമല്ല, അവിടെ ചെന്നിട്ട് അവർ ഒരു കയറിനടിയിൽ കൂടി ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ട് പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് വല്ലാതെ ഇതായിപ്പോയി. നമസ്കാരം. ഇന്നലെ KB ഗണേഷ് കുമാറിൻ്റെ സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് നടന്ന ഒരു ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചിരുന്നു. അതിങ്ങനെയാണ്: എൻ്റെ അപ്പനും R ബാലകൃഷ്ണപിള്ളയും തമ്മിൽ ദൃഢബന്ധത്തിലായിരുന്നു. ഞാൻ ഗണേഷ് കുമാറിൻ്റെ അമ്മയെ വിളിച്ചിരുന്നത് ആൻറ്റി എന്നായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഞങ്ങളോട്. എങ്ങനെയാണ് സോളാർ പരാതിക്ക് അടിസ്ഥാനമായ 18 പേജുള്ള കത്ത് 24 പേജായത്? ഗണേഷ് കുമാർ എന്തിനാണ് ഇത് ചെയ്തത്? ഈ സോളാർ വിവാദത്തിനു പിന്നിൽ CPM ആണ് എന്നുള്ള ഒരു പരാമർശമാണ് ചാണ്ടി ഉമ്മൻ നടത്തിയത്. നമുക്ക് അതേക്കുറിച്ച് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. താങ്കളുടെ ശ്രദ്ധയിൽ ആ വിഷയം, ആ പരാമർശം പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമായിട്ടുള്ള പത്തനാപുരത്ത് വെച്ച് തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ വളരെ ആകസ്മികം എന്ന് തോന്നാവുന്ന ഈ പരാമർശം അതൊരു ഒരു യഥാർത്ഥത്തിൽ അതൊരു അണുബോംബായിരുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും ഈ ചാണ്ടി ഉമ്മൻ നടത്തിയ ഈ പരാമർശം 2026 മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ മസ്തകത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അടിയാവാനുള്ള ഒരു വിഷയത്തിന് ഒരു തീ പിടിപ്പിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ചിന്തകൾ പുറകോട്ട് പോവുകയാണ്. 2014 ആണ് എൻ്റെ ചിന്ത പോകുന്നത്. അന്ന് UDF അധികാരത്തിലിരിക്കുകയാണ്. ആ 2014 പൊടുന്നനെ ഈ സോളാർ മായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയം വരുന്നത്. എന്തോ ഒരു കല്ലേലി ശ്രീധരൻ നായർ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയും സോളാർ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ, അവരുടെ പേര് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല, അവർ വരികയും അത് വലിയ തോതിൽ ഒരു വിവാദമായി ഉരുണ്ടുകൂടുകയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഉന്നയിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിഷയമായി അത് മാറുകയും ചെയ്യും. അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. അതിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടു. സെക്രട്ടേറിയറ്റിൽ ഒരു 10-25,000 ആളുകളെ കൊണ്ടുവന്ന് അവിടെ വലിയ സമരം നടത്തി. അവസാനം ഒരു നനഞ്ഞ പടക്കം പോലെ ആ സമരം അവസാനിപ്പിച്ചു പോയി. അത് CPM-ഉം UDF-ഉം തമ്മിൽ നടത്തിയ ഒത്തുകളിയായിരുന്നു എന്നൊക്കെ ഉള്ള നിലയിൽ ഉള്ളത് വന്നു. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സർക്കാർ 40 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി വന്ന് ഭവിച്ച ഒരു സംഭവമാണ് ഈ സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സംഭവം. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മളത് വിശദമായി നമ്മളതിനെക്കുറിച്ചിട്ട് ചിന്തിക്കണം എന്നെനിക്ക് തോന്നുന്നു. നമ്മളത് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഓർമ്മയുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സോളാർ പരാതിക്കാരി ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കുന്ന ഒരു ചിത്രം അത് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറന്നുപോയത് നമുക്കറിയാം. സോളാർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനുണ്ട്. അതിൻ്റെ ശിവരാജൻ കമ്മീഷൻ UDF തന്നെ വെച്ച ഒരു കമ്മീഷനാണ്. അതിനു മുമ്പ് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ PA ആയിട്ടുള്ള ജോപ്പൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒരു പിടി വിഷയങ്ങൾ വന്നു.
സോളാർ കമ്മീഷന് മുന്നിൽ പോയി മണിക്കൂർ കണക്കിന് ഉമ്മൻചാണ്ടി മൊഴി കൊടുത്ത സംഭവം വരുന്നു. അവസാനം UDF-ന്റെ കാലത്ത് ആ അന്വേഷണം പൂർത്തിയാവുന്നില്ല. അതിനുശേഷം പിണറായി വന്നതിന് ശേഷം അന്വേഷണം പൂർത്തിയാകുന്നു. ആ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ വലിയൊരു അണുബോംബ് അതിനകത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ സോളാർ പരാതിക്കാരിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ വരുന്നു. അതിനാധാരമായത് ഈ സോളാർ പരാതിക്കാരി കൊടുത്ത ഒരു കത്താണ്. അത് ആദ്യത്തെ കത്തിൽ നിന്ന് ഒരു 6-7 പേജ് രണ്ടാമത് കൂടിയതായി ഉള്ള വിവാദം വന്നു. ആ കത്തിൻ്റെ പുറകിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ആയിരുന്നു എന്നുള്ള വാദം ശക്തമായി എന്ന് ഉണ്ടായിരുന്നു. KB ഗണേഷ് കുമാറിൻ്റെ PA മറ്റോ എന്തോ വേഷം മാറി എന്തോ പർദ്ദയൊക്കെ ധരിച്ച് ഈ സോളാർ പരാതിക്കാരിയെ ജയിലിൽ കാണാൻ വന്നിട്ടാണ് അവരുടെ കയ്യിൽ ഈ കത്ത് കൊടുത്തത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് R ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ നടന്ന് അതിനുശേഷം അതിൻ്റെ ഇടയിൽ 2-3 പോലീസ് സംഘങ്ങൾ അന്വേഷിച്ചിട്ട് ഈ പരാതി ഇതിനകത്ത് കഴമ്പുള്ള പരാതിയല്ല സോളാറിൽ എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിയ സംഭവങ്ങളുണ്ടായിരുന്നു. അരിജിത്ത് പസായത്ത് എന്നും പറഞ്ഞിട്ടൊരു സുപ്രീം കോടതിയിൽ റിട്ടയർഡ് ജഡ്ജിനോട് നിയമോപദേശം ചോദിച്ചപ്പോൾ അയാൾ പോലും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അവസാനം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആണ് ഈ റിപ്പോർട്ട് വന്നത്. ഈ റിപ്പോർട്ടിലാണ് ഈ ലൈംഗികമായിട്ട് അവരെ ചൂഷണം ചെയ്തു എന്നുള്ള വാർത്ത വന്നത്. ആ വിവരം ആ റിപ്പോർട്ടിൽ വന്നത്. ആ റിപ്പോർട്ടിൽ ആ വാർത്ത വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടിൽ ആ വിവരം വന്നതിനെ തുടർന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ബലാത്സംഗ കേസ്, അതായത് ജാമ്യം പോലും നിഷേധിക്കപ്പെടുന്ന നോൺ ബെയിലബിൾ ആയിട്ടുള്ള ചാർജസ് വെച്ചുകൊണ്ടുള്ള കേസെടുക്കാനായിട്ട് പിണറായി സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതങ്ങനെ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, ഞാൻ ജയിലിൽ പോകാം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കെന്ന അറിവുണ്ട്. എന്നാൽ കോൺഗ്രസിലുള്ള അയാളുടെ സുഹൃത്തുക്കളെ എല്ലാം കൂടെ പറഞ്ഞതിനെ തുടർന്ന് അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വന്ന കപിൽ സിബലായിരുന്നു. ആ കേസിൽ അവസാനം ആ പരാമർശങ്ങൾ റദ്ദാക്കണം എന്ന് ഹൈക്കോടതി തീരുമാനിച്ച സംഭവങ്ങൾ നമുക്കറിയാം. അവസാനം എനിക്ക് തോന്നുന്നത് മലപ്പുറത്തേതോ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭയിലേക്ക് അതൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചിട്ട് ഇത് CBIക്ക് ഇത് കൈമാറുന്നു. ആ CBI അന്വേഷണത്തിനുള്ള പരാതി കൊടുക്കാൻ സോളാർ പരാതിക്കാരിയെ ഡൽഹിയിൽ കൊണ്ടുപോയത് പോലും CPM ആണ് എന്നുള്ള നിലയിൽ ആരോപണങ്ങളുണ്ടായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് തൊട്ടു മുമ്പ് മോദി സർക്കാരിൻ്റെ CBI ഇത് അന്വേഷിച്ചിട്ട് ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി നമ്മളോട് ഇവിടെ 2 വർഷം മുമ്പ് ഇവിടെ പറഞ്ഞു പോയത്. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. നിയമസഭയിൽ അച്യുതാനന്ദൻ്റെ ഒരു വിവാദ പ്രസംഗമുണ്ട്. ഗൺമോൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ഏത് രീതിയിലാണ് ബാധിച്ചതെന്നുള്ളത് നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ സമനിലയെ പോലും അത് ബാധിച്ചതും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനകത്ത് സമാനതകളില്ലാത്ത പ്രതിസന്ധി ഉണ്ടായതും നമുക്കറിയാം. അവസാനം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹം അന്തരിക്കുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കടുത്ത മനോവ്യഥയെ തുടർന്നിട്ടാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായതാണ്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. എനിക്ക് തോന്നുന്നത് ചാണ്ടി ഉമ്മൻ ഗണേഷ് കുമാറിനെതിരെ ഇതുപോലൊരു പരാമർശം നടത്താൻ ഗണേഷ് കുമാറിൻ്റെ സ്വന്തം മണ്ഡലം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ആകസ്മികമാണ്, അല്ലെങ്കിൽ ഇൻഅഡ്വർട്ടൻ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മനഃപൂർവ്വം ചാണ്ടി ഉമ്മൻ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിൽ വെച്ച് ഇത് പറഞ്ഞതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അപ്രതീക്ഷിതമായി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കെണിയായിട്ട് ഈ വിഷയം ഉയർന്നു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഒരു കാര്യം കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഉമ്മൻചാണ്ടി 2 വർഷം മുമ്പ് മരിക്കുമ്പോൾ
അന്ന് ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാൻ എത്തിയ ലക്ഷക്കണക്കിന് വരുന്ന ജനസഞ്ചയമുണ്ട്. ആ ജനസഞ്ചയം അന്ന് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ ശവമഞ്ച യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 2 ദിവസം എടുത്തിട്ടാണ് പുതുപ്പള്ളിയിലെത്തിയത്. അപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയെ കാണാൻ കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ കൂടി. ആ ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയതിൽ 2 കാരണങ്ങളുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണണം. അതിലൊന്ന്, ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന 50 വർഷക്കാലം ലക്ഷക്കണക്കിന് ആളുകളോട് കാരുണ്യത്തോടുകൂടി പെരുമാറുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹം ചെയ്തു കൊടുത്ത സഹായങ്ങൾ, നന്മകൾ, അതിന് ഉള്ള തിരിച്ചുള്ള ഒരു ഉപചാര സ്മരണ എന്നുള്ളതിൽ അന്ന് ജനങ്ങൾ പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ അമ്മയ്ക്ക് ഇന്നിപ്പോൾ 88 വയസ്സ് കഴിഞ്ഞു. 86 വയസ്സുള്ള സമയത്താണ് ഉമ്മൻചാണ്ടി മരിക്കുന്നത്. എൻ്റെ അമ്മ ഉമ്മൻചാണ്ടിയെ നേരിട്ട് കാണുകയോ ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും എൻ്റെ അമ്മ അവരുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ കോട്ടയത്ത് ചെന്ന് അവിടെ 10,000-കണക്കിന് ആളുകൾ കൂടിയ അവിടെ പിന്നെ തിരുനക്കര മൈതാനത്ത് ചെന്ന് ഉമ്മൻചാണ്ടിയെ വളരെ സാഹസികമായി, എനിക്ക് എൻ്റെ അമ്മേനോട് പറഞ്ഞ് എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് 86 വയസ്സുള്ള എന്ന് മാത്രമല്ല, അവിടെ ചെന്നിട്ട് അവർ ഒരു കയറിനടിയിൽ കൂടി ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ട് പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് വല്ലാതെ ഇതായിപ്പോയി. അപ്പോൾ ഉമ്മൻചാണ്ടി ഒന്ന് കാണുക പോലും ചെയ്യാതിരുന്ന ഒരു 86-കാരി അവിടെ ചെന്ന് കോട്ടയത്ത് ചെന്ന് അദ്ദേഹത്തെ ഈ 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ വെച്ച് കണ്ടിട്ട് എത്ര സാഹസികതവും അപകടകരമായിരുന്നു എന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും തട്ടി വീണിരുന്നെങ്കിൽ 100-കണക്കിന് ആളുകൾ അമ്മയുടെ ശരീരത്തിന് മുകളിൽ കൂടെ പോകുന്നൊരവസ്ഥ. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു പ്രതികരണം ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി അന്ന് മരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയതിൻ്റെ 2ാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയോട് നടത്തിയ ഈ കൊടും ക്രൂരത, അതിഭീകരമായിട്ടുള്ള പീഡനം, ആ പീഡനത്തിൽ മനംനൊന്താണ് അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഉമ്മൻചാണ്ടിയെ കാണാൻ ഒരുപാട് പേര്, പാർട്ടിക്കാർ തന്നെ 10,000-കണക്കിന് ആളുകളുണ്ടായി. അപ്പോൾ ഉമ്മൻചാണ്ടിയോട് പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള ഈ നീചമായിട്ടുള്ള ഇടപെടലിലുള്ള ഒരു പ്രതികാരവും കൂടി അത്രയും ആളുകൾ ഉമ്മൻചാണ്ടിയെ കാണാൻ കൂടിയതിലുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല കൊള്ളയും പിണറായി വിരുദ്ധതയും അതിൻ്റെയൊക്കെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലോ ആയി പിണറായി സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും മസ്തകം തകർക്കാൻ പോകുന്ന ഒരു വിഷയത്തിനാണ് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ പത്തനാപുരം മണ്ഡലത്തിൽ വെച്ച് തന്നെ ആ ചൂട്ടിന് തീ കൊളുത്തിയത് എന്നാണ് ചാണ്ടി ഉമ്മൻ്റെ പരാമർശം കാണുമ്പോൾ എനിക്ക് പ്രാഥമികമായി തോന്നുന്നു. പക്ഷേ അതിനു മുമ്പ് ഈ സോളാർ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ അന്ന് VS അച്യുതാനന്ദൻ പോലും വളരെ ക്രൂരമായിട്ടുള്ള പരാമർശങ്ങൾ പൊതുവേദിയിൽ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അത് CPM-ൻ്റെ ഒരു ഹിംസാത്മകമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായി CPM-ൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഉമ്മൻചാണ്ടി അച്യുതാനന്ദൻ അത് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ചാണ്ടി ഉമ്മൻ ഇത് പറഞ്ഞതോടുകൂടി ഇപ്പോൾ ഇന്നൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം കണ്ടു, അതിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു 90-92 വയസ്സുള്ള ഒരു സ്ത്രീ അടുത്ത് വിളിച്ചിരുത്തി എന്തോ ചെവിയിൽ പറയുന്ന ഒരു വീഡിയോ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇന്നിപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായ മനുഷ്യൻ ഉമ്മൻചാണ്ടിയെ കാണാൻ ചെല്ലുമ്പോൾ പറയുന്നു രാത്രി 2:30 വരുള്ളൂ എന്ന് പറയുന്നു. ശരി, 2:30 ഉള്ളെങ്കിൽ ഞാൻ 2:30 കാണുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്നു. രാവിലെ 9:30 ഉമ്മൻചാണ്ടി വരുന്നത്. അപ്പോഴും ഉമ്മൻചാണ്ടിയെ കണ്ട് ഉമ്മൻചാണ്ടി എന്തോ തർക്ക വിഷയം ഉണ്ടായിരുന്നത് അത് പരിഹരിച്ചു കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പം സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയെ പിണറായി സർക്കാർ പീഡിപ്പിച്ച ആ വിഷയം മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തിരതള്ളി തിരിച്ചു വരാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആ സൂചനകൾക്ക് ഒരു ഉത്തേജകമായത് ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ പറഞ്ഞതെന്താ? ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞ കാര്യങ്ങളോട് നമ്മളൊന്ന് പരിശോധിക്കണം. ആർ ബാലകൃഷ്ണപിള്ളയുടെ ഏറ്റവും അടുത്ത് ഇടപെട്ടിരുന്ന ഒരാളാണ്, ആയിരുന്നു ഉമ്മൻചാണ്ടി. നമുക്കറിയാം, ആർ ബാലകൃഷ്ണൻ എത്രയോ കാലം മന്ത്രിയായിട്ടിരുന്ന ആളാണ്, നമുക്ക് അറിയാവുന്നതാണ്. ആർ ബാലകൃഷ്ണപിള്ളയുടെ ഭാര്യയെ ആൻറ്റി എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ അയാളെ കുറച്ച് മാന്യമായിട്ടാണ് പറഞ്ഞത്. എന്നാൽ ആ ബാലകൃഷ്ണപിള്ളയുടെ മകൻ
ഇയാണ് ഇതിന് പുറകിൽ എന്ന് ഭംഗ്യന്തരേണ അയാൾ സൂചിപ്പിക്കുന്നത്. നമ്മളൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അല്ലേ അംഗമായിട്ട് പിന്നീട് മാറേണ്ടി വന്നു. എന്നിട്ട് രണ്ടാമത് തിരിച്ചു വരാൻ ബുദ്ധിമുട്ട് പറ്റാതെ വന്നപ്പോഴത്തേക്കാണ് ഇയാൾക്ക് പക കയറുന്നത്. അത് മാത്രമല്ല, ഈ സോളാർ പരാതിക്കാരിയും ഗണേഷ് കുമാറും തമ്മിലുള്ള ഒരു ബന്ധം കൂടി നമ്മൾ ഈ അല്ല ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ രണ്ടാമത് അയാൾക്ക് വരാൻ പറ്റാതെ വന്നതോടുകൂടി അയാൾക്ക് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള പക അയാളുടെ തലയ്ക്ക് പിടിച്ചു. നമുക്കറിയാം ബിജു രാധാകൃഷ്ണൻ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ബിജു രാധാകൃഷ്ണൻ എന്തോ രഹസ്യം ഉമ്മൻചാണ്ടി എടുത്ത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് വന്ന് പറഞ്ഞു എന്നുള്ളൊരു സംഭവം. ആ രഹസ്യം എന്താണെന്നുള്ളത് ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ പുറത്തു പറഞ്ഞിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അതാണ് മനുഷ്യന്റെ ഒരു ആ രഹസ്യം അല്ല, മനുഷ്യന്റെ വലിപ്പം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് ശരിക്കും ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള എന്തോ ഒരു സംഭവമായിരുന്നു. ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ഒരു സംഭവം ആയിരുന്നിട്ട് പോലും ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ അത് പൊതുമണ്ഡലത്തിന് മുമ്പിൽ പറയാതിരിക്കാൻ ഉമ്മൻചാണ്ടി വളരെയധികം ശ്രദ്ധിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി. മനസ്സിലായോ? ആ ഉമ്മൻചാണ്ടിയെ യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് CPM പീഡിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആഴത്തിലും തീവ്രതയിലും ആ ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ചയാൾ KB ഗണേഷ് കുമാറാണ്. എന്താണ് കാരണം? ആ കത്തിൽ കൃത്രിമം കാണിച്ചു. അത് ചാണ്ടി ഉമ്മൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു. പക്ഷെ ആ കത്തിൽ ഇത്രയും കൂടുതൽ എഴുതി ചേർത്തു. എഴുതി ചേർത്തത് ആരാണ്? എഴുതി ചേർത്തത് KB ഗണേഷ് കുമാറാണെന്ന് പൊതുമണ്ഡലം വിശ്വസിക്കുന്നു. എഴുതി ചേർത്തത് എന്താണ്? എഴുതി ചേർത്തത് ഏറ്റവും ഹീനവും മ്ലേച്ഛവും ക്രൂരവുമായിട്ടുള്ള കാര്യമാണ് എഴുതി ചേർത്തത്. എന്താണ്? ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഈ വലിയ മനുഷ്യൻ സോളാർ പരാതിക്കാരിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ പീഡനമാണ്. മനസ്സിലായി? എന്തോ വധന സുരതം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക് മോശമായും മ്ലേച്ഛമായും ഉമ്മൻചാണ്ടിയെ സോളാർ പരാതിക്കാരി പിന്നെ ലൈംഗികമായി ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന, പിന്നീട് CPMന് ഉമ്മൻചാണ്ടിക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു വജ്രായുധം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഗണേഷ് കുമാർ. അപ്പൊ യഥാർത്ഥത്തിൽ CPMനേക്കാൾ വലിയ ക്രൂരതയാണ് പിന്നെ ഗണേഷ് കുമാറിന്റെ സഹായത്തോടു കൂടിയാണല്ലോ ഈ CPM ഇത് ചെയ്തത്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഗണേഷ് കുമാർ ചെയ്ത അതിനെ വളരെ ഒരു ലളിതമായി നമ്മൾ കാണരുത്. ഗണേഷ് കുമാർ സോളാർ പരാതിക്കാരി ഉപയോഗിച്ച് ചെയ്തു കൊടുത്ത ഈ വിഷയം ആണ് പിന്നീട് ഉമ്മൻചാണ്ടിയെ അതിഭീകരമായി പീഡിപ്പിക്കാനും ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്യാനും CPMന് സഹായകരമായത് ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊടുത്ത ഈ കൃത്രിമ കത്താണ്. മനസ്സിലായോ? അപ്പൊ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഇത്രയും വലിയൊരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി കൊല്ലാക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാം പ്രതി KB ഗണേഷ് കുമാറാണ്. രണ്ടാം പ്രതിയെ CPM വരുന്നുള്ളൂ. അത് കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ചാണ്ടി ഉമ്മൻ കേരളത്തിലെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കൊള്ളുക, അത് വലിയ വിഷയമായി അത് ഉയർന്നു വരും. ഒരുപക്ഷെ പിണറായി വിജയൻ തൂത്തെറിയപ്പെടുന്ന വലിയൊരു തിരമാലയായി രൂപാന്തരപ്പെടാൻ സാധ്യതയുള്ള ഒരു വെടിമരുന്നിനാണ് ഈ പിന്നെ ചാണ്ടി ഉമ്മൻ ഇന്നലെ തിരികൊളുത്തിയത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിലേക്ക്, അതായത് CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ KB ഗണേഷ് കുമാറും സോളാർ പരാതിക്കാരിയും തമ്മിലുള്ള ബന്ധം, അതുകൂടി ഒന്ന് നമുക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സോളാർ പരാതിക്കാരി പിന്നെ ആദ്യ ബന്ധം അത് ഗണേഷ് കുമാറുമായിട്ടാണ്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ബന്ധങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സോളാർ പരാതിക്കാരിയായിട്ട്. പക്ഷേ സോളാർ പരാതിക്കാരിയായിട്ടുള്ള അയാളുടെ ബന്ധം എന്തായിരുന്നു? സോളാർ പരാതിക്കാരിയായിട്ടുള്ള അയാളുടെ ബന്ധം അയാളുടെ ഔദ്യോഗിക വസതിയിൽ, മന്ത്രി വസതിയിൽ വെച്ചായിരുന്നു. ആ മന്ത്രി വസതിയിൽ വെച്ച് അവർ തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടാവുകയും അത് ചോദിക്കാൻ വന്ന ബിജു രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ മന്ത്രി ഭവനത്തിൽ വെച്ച് അടിമൂട്ടി ആട്ടപ്പടലം ചവിട്ടി കൂട്ടിയ സംഭവം പൊതുമണ്ഡലത്തോട് പുറത്തു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയാണ്. അവരുടെ പത്രസമ്മേളനമൊക്കെ നടന്നത് നമ്മൾ ഓർക്കുന്നു. അവരെ അതിക്രൂരമായി മർദ്ദിച്ച കാര്യം നമുക്കറിയാം. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്ര ഹീനനായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ സ്വയം മുഖത്തടിച്ച് പരിക്കുണ്ടാക്കിയിട്ട് അയാളുടെ ഭാര്യ അയാളെ മർദ്ദിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത ഒരു അധമനും ഒരു നരാധമനുമാണ് പിന്നെ ഇയാൾ. കുട്ടിയുടെ കാര്യം അല്ല, ഞാനതിലേക്ക് വരാം. പിന്നെ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ച ഒരുത്തനാണ് ഇയാൾ. ഓർമ്മയില്ല, അവസാനം മാപ്പ് പറഞ്ഞ് ഓടേണ്ടി വന്നു. അവസാനം
CBI അന്വേഷണ റിപ്പോർട്ട് ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി. ആ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ടിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട പരാമർശം എന്താണ്? സോളാർ പരാതിക്കാരിയിൽ പിന്നെ സോളാർ പരാതിക്കാരിയെ ഗണേഷ് കുമാർ ഗർഭിണിയാക്കിയെന്നും ആ ഗർഭിണിയാക്കിയ വിവരം ഗണേഷ് കുമാറിൻ്റെ മാതാവിന് അറിയാമായിരുന്നുവെന്നും അവസാനം ഗണേഷ് കുമാറിന് സോളാർ പരാതിക്കാരിൽ ഒരു കുട്ടിയുണ്ടായി എന്നുമുള്ള പരാമർശം നരേന്ദ്രമോദിയുടെ കീഴിലുള്ള CBI റിപ്പോർട്ടിനകത്ത് പരാമർശിക്കപ്പെട്ടതാണ്. അപ്പോൾ ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി സോളാർ പരാതിക്കാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന കൃത്രിമ കത്തുണ്ടാക്കുന്നു. അത് കൃത്രിമമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണ്? ക്ലിഫ് ഹൗസിൽ വെച്ചുണ്ടായി എന്നാണ് പറയുന്നത്. 70-75 വയസ്സുള്ള ഒരു മനുഷ്യൻ. മാത്രമല്ല പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഈ സംഭവം നടക്കുന്ന ദിവസം പരാതിയിൽ പറയുന്നത് പോലെ ആ ദിവസം അദ്ദേഹം ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ കാര്യങ്ങൾ അതൊരു വശം. 2, അത് ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ അയാളുടെ ഭാര്യയും മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഭാര്യയും മകളൊക്കെ തൊട്ടപ്പുറത്തുള്ളപ്പോൾ ഒരു 75 വയസ്സുകാരൻ ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക വൈകൃതത്തിലൂടെ അവരുമായിട്ട് ലൈംഗിക ബന്ധം നടത്തുന്നു എന്ന് പറഞ്ഞ കൃത്രിമ കത്തുണ്ടാക്കിയ ഈ ഗണേഷ് കുമാർ തന്നെ ഈ സോളാർ പരാതിക്കാരിയെ ഗർഭിണിയാക്കുകയും അവരിൽ ഒരു കുട്ടി ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ പത്തനാപുരത്ത് നേരിടാൻ പോകുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ളൊരവസ്ഥ. ഗണേഷ് കുമാർ എന്തോ വലിയ അഹങ്കാരത്തോടുകൂടി കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നുണ്ട്. ഏതാണ്ട് 5 തവണയായിട്ട് ഞാനിവിടെ ജയിക്കുന്നു, അതുകൊണ്ട് ആരും അങ്ങനെ സോണിയാഗാന്ധി വന്നാലും എനിക്ക് പ്രശ്നമില്ല. അതെ, ഞാൻ മത്സരിച്ചപ്പം എൻ്റെ എതിരായിട്ട് നിന്ന് എല്ലാവരും പ്രശസ്തരായിട്ടുള്ള ആളുകളായിരുന്നു. പ്രകാശ് ബാബു, ചന്ദ്രബാബു, മറ്റത് മറിച്ചത് ജഗദീഷ്, മനസ്സിലായോ? ജഗദീഷിന് വേണ്ടി മോഹൻലാൽ വരെ വന്നതാണ്. അതുകൊണ്ട് എന്നെ ആർക്കും തൊടാൻ പറ്റില്ല. ഞാൻ ഒരു സംശയവുമില്ല, ഞാൻ ഉറപ്പിച്ച് പറയാം, ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ള ഈ ഹീനമായിട്ടുള്ള ശ്രമം ഈ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തുനിന്ന് ഗണേഷ് കുമാറിനെ മൂടോടെ പിഴുതെറിയും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. 1. 2, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആ കാരുണ്യവാനായിട്ടുള്ള ആ 70-75 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്ന ആ മനുഷ്യനോട് പിണറായി വിജയൻ കാണിച്ച ഈ കൊടും ക്രൂരത, ഒരു കൃത്രിമ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗ കേസ്, അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ ബലാത്സംഗ കേസ് ചുമത്താൻ പോലും തയ്യാറായ ഈ പിണറായി വിജയനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം ശിക്ഷിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരുപക്ഷെ ശബരിമല കൊള്ളയേക്കാൾ പോലും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ച് കൊല ചെയ്തതായിരിക്കും എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്തനാപുരം മണ്ഡലം തനിക്ക് തൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ് എന്ന മട്ടിലാണ് അഹങ്കാരത്തോടു കൂടി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു പരാമർശം. എപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലുമൊക്കെ അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രസംഗം ഒരു ഓർമ്മപ്പെടുത്തലാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ. എന്തായാലും ഈ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞൊരു കാര്യം ഞാനിവിടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തൊരു മകനും അത്തരത്തിലൊരു പരാമർശം ജനിപ്പിച്ച പിതാവിൽ നിന്ന് കേൾക്കാതിരിക്കാനുള്ള ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.